പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക പ്രസംഗം രാഷ്ട്രീയ പ്രസംഗമാക്കി മാറ്റിയെന്നാരോപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രംഗത്തെത്തി. പ്രധാനമന്ത്രിയുടെ ഈ നടപടി മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ഖാർഗെ കുറ്റപ്പെടുത്തി. രാജ്യത്തെ അഭിസംബോധന ചെയ്യാനായി ലഭിച്ച ഔദ്യോഗിക വേദി എതിരാളികളെ രാഷ്ട്രീയമായി കടന്നാക്രമിക്കാനാണ് മോദി ഉപയോഗിച്ചതെന്നാണ് കോൺഗ്രസിന്റെ പ്രധാന വിമർശനം. പ്രധാനമന്ത്രി ജനാധിപത്യത്തെയും ഭരണഘടനയെയും പരിഹസിക്കുകയാണെന്നും സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്താണ് രാഷ്ട്രീയ പ്രസംഗം നടത്തിയതെന്നും ഖാർഗെ പറഞ്ഞു. മോദി രാജ്യത്തോട് കള്ളം പറയുകയാണെന്നും പീഡനക്കേസ് പ്രതികളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് BJP എന്നും അദ്ദേഹം കടുത്ത ഭാഷയിൽ വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ പദവി ഉപയോഗിച്ച് നടത്തിയ ഈ പ്രസ്താവനകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ വിവാദങ്ങൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേവലം ഒരു നയവിശദീകരണമല്ല, മറിച്ച് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാനുള്ള ആയുധമായി മാറിയെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആരോപിക്കുന്നത്. രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ ഒരു പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സവിശേഷമായ അവകാശത്തെ മോദി തരംതാണ രാഷ്ട്രീയത്തിനായി ഉപയോഗിച്ചുവെന്നാണ് ഖാർഗെ കുറ്റപ്പെടുത്തുന്നത്. എതിരാളികളെ വ്യക്തിപരമായും രാഷ്ട്രീയമായും ആക്രമിക്കാൻ ഔദ്യോഗിക വേദികൾ ഉപയോഗിക്കുന്നത് ജനാധിപത്യ മര്യാദകളുടെ ലംഘനമാണ്. പ്രധാനമന്ത്രിയുടെ നടപടി നഗ്നമായ അധികാര ദുർവിനിയോഗമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പ്രതികരിച്ചു. സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷത്തെ വേട്ടയാടാനാണ് മോദി ശ്രമിക്കുന്നതെന്നും ഇത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും അദ്ദേഹം പറഞ്ഞു. BJP പീഡനക്കേസ് പ്രതികളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണെന്നും പ്രധാനമന്ത്രി രാജ്യത്തോട് കള്ളം പറയുകയാണെന്നും ഖർഗെ പ്രസ് മീറ്റിൽ ആവർത്തിച്ചു. വനിതാ ബില്ലിന്റെ പരാജയത്തെക്കുറിച്ച് മോദി നടത്തുന്ന പ്രസ്താവനകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഭരണകക്ഷിക്ക് ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രചാരണം നടത്താൻ അനുവാദമില്ല. എന്നാൽ മോദി ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രചാരണം നടത്തുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന പരാതി. പ്രധാനമന്ത്രിയുടെ നടപടിയിൽ കടുത്ത ഭാഷയിലാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചത്. പ്രധാനമന്ത്രി പദവിയുടെ പവിത്രതയും മര്യാദയും മോദി ലംഘിച്ചുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ ഒരു പവിത്രതയുണ്ടെന്നും അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പക്ഷം പിടിക്കുന്നതായിരിക്കരുതെന്നും ജയറാം രമേശ് പറഞ്ഞു. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പ്രസംഗത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കി മാറ്റിയത് തരംതാണ നടപടിയാണെന്ന് അദ്ദേഹം വിമർശിച്ചു. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്തത്ര ഭീരുവായ പ്രധാനമന്ത്രിയാണ് മോദിയെന്ന് അദ്ദേഹം പരിഹസിച്ചു. രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനേക്കാൾ ഈ വിഷയങ്ങളിൽ ഒരു പത്രസമ്മേളനം നടത്തുകയായിരുന്നു കൂടുതൽ ഉചിതം. പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങളെ നേരിടാൻ ഭയമുള്ളത് കൊണ്ടാണ് ഏകപക്ഷീയമായ ഇത്തരം പ്രസംഗങ്ങളിലൂടെ മോദി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. വനിതാ സംവരണ ബില്ലിന്റെ പേരിൽ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയ മോദിക്കെതിരെ അദ്ദേഹം ശക്തമായി ആഞ്ഞടിച്ചു. സ്ത്രീകളെ കവചമാക്കി മണ്ഡല പുനർനിർണയം നടത്താൻ ശ്രമിക്കുന്ന മോദിയാണ് യഥാർത്ഥത്തിൽ രാജ്യത്തോട് മാപ്പ് പറയേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും ദുർബലപ്പെടുത്താനാണ് മോദി ശ്രമിക്കുന്നത്. ഭരണഘടനാപരമായ പദവിയിലിരുന്ന് ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിന് തന്നെ കളങ്കമാണെന്നാണ് ജയറാം രമേശ് കൂട്ടിച്ചേർക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ച് കേരളത്തിൽ നിന്നുള്ള MPമാരും ശക്തമായ ഭാഷയിൽ രംഗത്തെത്തി. പാർലമെന്ററി മര്യാദകളുടെ ലംഘനമാണ് നടന്നതെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇത്രയും വില കുറഞ്ഞ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സവിശേഷമായ അവകാശത്തെ വെറും പകപോക്കലിനായി മോദി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വനിതാ സംവരണ ഭേദഗതി ബിൽ പാർലമെന്റിൽ പരാജയപ്പെട്ടതിന്റെ നിരാശ തീർക്കാനാണ് മോദി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്ന് ബ്രിട്ടാസ് ആരോപിച്ചു. പറയേണ്ട കാര്യങ്ങൾ പാർലമെന്റിൽ പറയാതെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന വേദി ഇതിനായി തിരഞ്ഞെടുക്കുന്നത് തരംതാണ നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. വനിതാ സംവരണ ഭേദഗതി ബിൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഒരു ചതിക്കുഴിയാണെന്നായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ വിമർശനം. നിലവിലുള്ള മണ്ഡലങ്ങളിൽ 33% സംവരണം ഏർപ്പെടുത്തിയാൽ പിന്തുണയ്ക്കാമെന്ന് പ്രതിപക്ഷം അറിയിച്ചിട്ടും സർക്കാർ അതിന് തയ്യാറായില്ലെന്ന് അദ്ദേഹം ഓർപ്പിച്ചു. സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്താണ് മോദി പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചതെന്നും ഇത് നഗ്നമായ അധികാര ദുർവിനിയോഗമാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പ്രസംഗം മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്തെത്തിയത് തെരഞ്ഞെടുപ്പ് ഗോതയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ പരാതികളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി രാജ്യം ഉറ്റുനോക്കുന്നത്.